ഹലോ, എല്ലാവർക്കും എൻ്റെ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ സ്വന്തം നാടായ തിരൂർ പുറത്തൂർ പടിഞ്ഞാറേക്കര ബ്ലൂ വിൻ പാർക്കിലാണ് കേട്ടോ. ഈ പാർക്കിൽ എൻട്രി ചാർജ് വരുന്നത് വെറും 50 രൂപയാണേ. 50 രൂപയുള്ളൂ. ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കാണാൻ. ഇതിലൂടെ ഇങ്ങനെ പോകുമ്പോൾ തന്നെ നല്ല രസമാട്ടോ. നല്ലൊരു ഗുഹയുടെ ഉള്ളിൽ ഗുഹയുടെ ഉള്ളിൽ കൂടെ പോകുന്ന പോലെയാണ്. അടിപൊളിയാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പോലും ഒരു കുട്ടിയായോ എന്നൊരു സംശയം ഉണ്ടാവും കേട്ടോ. നമുക്ക് തന്നെ ഓടിച്ചാടി അതിൽ കയറാനോ ഇതിൽ കയറാനൊക്കെ തോന്നിപ്പോവും. പിന്നെ ഇതാ സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയാണേ. സ്വിമ്മിങ് പൂള് മാത്രമല്ല, ഒരുപാട് പെറ്റ്സുകളും ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അഭിലാഷേട്ടൻ UAE വന്നിട്ട് 2 ആഴ്ചയായിട്ടോ. വീഡിയോസ് ഒന്നും ഇപ്പോൾ യൂട്യൂബിൽ ഞാൻ ഇടാറില്ല, കാരണം ഓരോരോ തിരക്കിൽ വിട്ടു. മൂപ്പരെ പെങ്ങളെ വീട് പാർക്കലും ഓണം അങ്ങനെ ഓരോരോ തിരക്കിൽ വിട്ട കാരണമാണ് കേട്ടോ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാഞ്ഞേ. ഓണത്തിന് വരെ ഞങ്ങൾക്ക് പുറത്തേക്കൊന്നും അങ്ങനെ പോകാൻ പറ്റിയിരുന്നില്ല. അതുപോലെ കുട്ടികളായിട്ടൊന്നും എൻജോയ് ചെയ്യാൻ പോകാൻ പറ്റിയിരുന്നില്ല കേട്ടോ. ഓരോരോ തിരക്കായിരുന്നു. ഇനി വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും കേട്ടോ. പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോ ഇടണം എന്നൊക്കെ കരുതിയായിരുന്നു. ഒന്നും നടന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ പോട്ടെ. ഇതേ ഒരുപാട് ബേഡ്സുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ബേഡ്സുകൾ മാത്രമല്ല, മുയലുണ്ട്, പാമ്പുണ്ടായിരുന്നു. പാമ്പിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം എനിക്ക് പേടിയാണ്. പിള്ളേർക്ക് അതിലേറെ പേടിയാണ്, പിന്നെ എടുക്കാൻ പറ്റിയില്ല. ഈ കല്ലുണ്ടല്ലേ, ഇത് അടിപൊളിയല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പിന്നെ പെറ്റ്സുകളെയൊക്കെ കണ്ടതിന് ശേഷം പിള്ളേർ കളിക്കാൻ വേണ്ടിയിട്ട് പാർക്കിലേക്ക് ഇറങ്ങിയിട്ടാ. അപ്പോൾ അവർക്ക് ഈ ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ കളിക്കുന്ന, സീസോ, സ്ലൈഡർ, പിന്നെ ഒരു കുതിര പോലത്തെ സംഭവം. അതൊക്കെ കണ്ടപ്പോൾ പിള്ളേർക്ക് തന്നെ ആകെ കൺഫ്യൂഷൻ. ഇതിലേത് കയറുന്നു. ഒരാൾ അവിടെ പോയി ആടുമ്പോൾ ഒരാൾ അപ്പുറത്ത് പോയി ആടുമായിരുന്നു കേട്ടോ. ഇവിടെ വലിയവർക്കും ഇരുന്ന് ആടാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഊഞ്ഞാല് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു ഇവിടെ. ഇതൊക്കെ ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ ഇവർ ഈ കളിക്കുന്നതൊക്കെ ഫ്രീ ആണ്. എത്ര വേണമെങ്കിലും അവിടെ കളിക്കാം, എൻജോയ് ചെയ്യാം. പിന്നെ ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. പക്ഷെ അതിന് 30 രൂപ അങ്ങനെയാണെന്ന് തോന്നുന്നു ചാർജ് ഉള്ളത്. പിന്നെ ആ കാണുന്ന സ്ലൈഡറിലൊക്കെ കയറാനോ അതിനും ഉണ്ട് കേട്ടോ. 30 രൂപയോ 20 രൂപയോ അങ്ങനെ എന്താ ആണ്, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. 30 തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ പിന്നെ പിള്ളേർ അതിലൊക്കെ കയറി കളിച്ചു. മക്കൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അത് കണ്ടപ്പോൾ ഞങ്ങൾക്കും വളരെയധികം സന്തോഷമായി. മക്കളുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. ആരുട്ടാ, എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പറാണല്ലേ. പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടോ ഇവിടെ വന്നപ്പോൾ. ആമിയൊക്കെ ഉറക്കം തൂങ്ങിയിട്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പം സ്വിച്ച് ഓൺ ചെയ്ത പോലെ ഭയങ്കര ഹാപ്പി ആയിട്ട് നീ ചാടാൻ പോവാണ്. ആമി ആരുട്ടൊരു പേടി. അടിപൊളി പാർക്കാട്ടാ. ഇവിടെ ഇന്ന് ശനി ഞായറാണ് ഇവിടെ നല്ല തിരക്കുണ്ടാവുക. ഇന്നിപ്പോൾ എന്താഴ്ചയെന്ന് വ്യാഴാഴ്ച. ഇന്നൊന്നും ഒരു മനുഷ്യനും ഇല്ല കേട്ടോ. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ട് അതിൽ കയറുന്നില്ലേ നമ്മൾ? വായു വേവാ. ഒട്ടകത്തിൻ്റെ അവിടെ പോയേക്കാം. ഒട്ടകത്തിനെ കണ്ടാ? രണ്ടാൾക്ക് ഇതിൽ കയറാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. കയറി കഴിഞ്ഞപ്പോൾ പിന്നെ ഇതിൽ നിന്ന് ഇറക്കാൻ ഞങ്ങൾ 2 പേരും പാട് വിട്ടു കേട്ടോ. പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിലും വലിയ ബോട്ടുണ്ടെങ്കിൽ ഞാൻ കയറി ഓടിച്ചാലോ വരെ എനിക്ക് തോന്നിപ്പോയിട്ടോ. അടിപൊളിയായിരുന്നു. പിന്നെ ദേ അമ്മ സ്ട്രോബെറി വീട് എന്നും പറഞ്ഞിട്ട് 2 പേരും കൂടെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പൂളിലൊക്കെ ഒന്ന് പോയി കണ്ട് കറങ്ങി തിരിഞ്ഞ് പിന്നെ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി കേട്ടോ. പെട്ടെന്ന് തന്നെയെന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നുമല്ല, ഏകദേശം ഒരു 3 മണിക്കൂറെങ്കിലും നമ്മളവിടെ ചിലവഴിച്ചിട്ടുണ്ടാവും. പിന്നെ മക്കൾ വിശക്കണമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു വാശിയായി. എങ്ങനെയുണ്ടായിരുന്നു ആരുട്ട് നമ്മള് പാർക്ക് പോയിട്ട്? നല്ല വെച്ചുണ്ട്. അമ്മ കുട്ടിക്ക് ഇഷ്ടമായി. ഇനി പോണം അങ്ങോട്ട് പോണം. അടിപൊളി തന്നെയല്ലേ? ആമിക്കോ? ആമി തെറ്റിട്ടോ. ആമി പിണങ്ങിയിരിക്കുകയാണേ. ആമിക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് പിണങ്ങിയിരിക്കട്ടോ. ആമിക്ക് കോൾഡാണ്, അതുകൊണ്ട് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തില്ല. അതിനാ ആമി തെറ്റി. ആയിട്ട് അച്ഛന് ചീത്തറിയാം. എന്തിനീ? ആമി വാശി പിടിച്ചപ്പോ അച്ഛൻ ചീത്ത പറഞ്ഞതില്ലേ? ചിക്കൻ വാങ്ങിച്ചു തരും. അച്ഛൻ ചിക്കൻ വാങ്ങിച്ചു തരും, ബ്രോസ്റ്റ് വാങ്ങിച്ചു തരും.
പിന്നെ ഇതേ ഒരു ഹോട്ടലിൽ കയറി അൽഫാമും പിന്നെന്താ പത്തിരി കുബൂസും വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. പിന്നെ പിള്ളേർക്ക് ഐസ്ക്രീമിൻ്റെ ആവശ്യമൊന്നുമില്ല, ചിക്കൻ കണ്ടപ്പോൾ പിന്നെ പിള്ളേർ ഫ്ലാറ്റായി ചിക്കൻ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇനി കുക്കിംഗ് വീഡിയോസും ഷോർട്സൊക്കെ ഇടുന്നതായിരിക്കും കേട്ടോ. കുറേ ആയി വീഡിയോസൊക്കെ ചെയ്തിട്ട് ഒരുപാട് തിരക്കിൽ വിട്ടുപോയി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്